Hi friends, Solutnz Squad മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. In an uniform electric field. So electric dipole in a uniform electric field. So നമുക്ക് എന്താ ഹെഡിങ് പറയുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ഡൈപോൾ ഒക്കെ വരയ്ക്കാം. ഓക്കെ, സോ ഒരു മൈനസ് ഉണ്ട്, ഒരു പ്ലസ് ഉണ്ട്. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെ, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a, and this dipole is placed in an uniform electric field. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. And consider that the angle formed between this electric field and electric dipole is theta. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, എന്താ മൈനസ് ചാർജിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കാരണം അല്ലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്ന് പറയാം. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F1 എന്ന് ഞാൻ ചുമ്മാ വിളിക്കുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ പ്ലസ് ചാർജിലും ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ദാറ്റ് ഈസ് F2 പറയാ. സോ F1 വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ദാറ്റ് ഈസ് മൈനസ് Q ഇൻറ്റു ഇ എന്ന് എനിക്ക് എഴുതിക്കൂടെ, എഴുതാം. സോ F2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, Q ഇൻറ്റു ഇ. സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് പറ്റും, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F1 പ്ലസ് F2. അപ്പോൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, Q1 പ്ലസ് QE പ്ലസ് QE എന്ന് എഴുതുന്നതിന് പകരം സെക്കൻഡ് വൺ, അതായത് F1 എന്ന് പറയുന്നത് മൈനസ് QE ആണ്, F2 എന്ന് പറയുന്നത് പ്ലസ് QE ആണ്. സോ അതിൻ്റെ ആൻസർ എന്ത് വരും, ടോട്ടൽ ഫോഴ്സ് അപ്പോൾ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. So the total force acting on this dipole placed in an uniform electric field എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഓക്കെ, ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഡൈപോൾ വിൽ ബി 0. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ, ഓരോ ഫോഴ്സിന്റെയും ഡിറക്ഷൻ എന്താണെന്ന്. സോ F1 എന്ന് പറഞ്ഞാൽ മൈനസ് ചാർജിന്റെ കാരണം അവിടെ മൈനസ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഈ ഫോഴ്സ് F1 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ അങ്ങനെ പറയുമ്പോൾ F1ന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ എങ്ങോട്ട് വരും, ഓപ്പോസിറ്റ്. ഇതാണ് F1 എന്ന് പറയുന്നതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ F2 എന്ന് പറയുന്നത് എങ്ങോട്ട് വരും, എലോങ് ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ F1 will be opposite to that of electric field and F2 will be along electric field. ഓക്കെ, സോ നമുക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് F1ഉം F2 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഓക്കെ, സോ ഞാൻ പറയുന്നു ദേ ആർ ഈക്വൽ ബട്ട് അൺലൈക്ക് ആണ്. അൺലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം അല്ലെ. സോ F1 ഈസ് നോട്ട് ഈക്വൽ ടു F2 ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ്, അൺലൈക്ക് ആണ്, നെഗറ്റീവ് അല്ലെ, ഓപ്പോസിറ്റ് ആണ്. ഓൾസോ അനദർ പോയിന്റ് ഈസ് F1 F2 എന്താണ്, പാരലൽ ആണ്. F1 ആൻഡ് F2 ഈസ് പാരലൽ. ഓക്കെ, അപ്പൊ നോക്കൂ ഇവിടെ F1ഉം F2ന്റെയും ആക്ഷൻ കണ്ടില്ലേ, ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യാണ്. സോ ഞാൻ പറയുന്നു ദിസ് വിൽ ഫോം എ കപ്പിൾ. ഓക്കെ, ദിസ് വിൽ ഫോം എ കപ്പിൾ ഓഫ് ഫോഴ്സസ്. അത് ഞാൻ പറയാണ്. സോ കപ്പിൾ ഓഫ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ കപ്പിൾ ഓഫ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കും, ഈ ടോർക്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. എന്ത് ചെയ്യും, ഡൈപോൾ എന്ത് ചെയ്യും, ദിസ് ഡൈപോൾ വിൽ റൊട്ടേറ്റ് anti-clockwise. ഓക്കെ, anti-clockwise. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോൾ ആണ്. സോ അത് anti-clockwise കറങ്ങാൻ പോവാന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്ലസ് ചാർജ് ഇങ്ങോട്ട് വരും, മൈനസ് ചാർജ് ഇങ്ങോട്ട് വരും. അപ്പം
ഊഹിക്കാലോ, ദിസ് വിൽ ആക്ട് ആസ് എ കപ്പിൾ ഓഫ് ഫോഴ്സസ്. കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സ്. ഓക്കെ, നമ്മളത് കഴിഞ്ഞ ക്ലാസ് +1 നന്നായി ഡിസ്കസ് ചെയ്തതാണ്. സോ കപ്പിൾ ഓഫ് ഫോഴ്സ് കാരണം ഈ ഡൈപോൾ എന്ത് ചെയ്യും, ഒരു ടോർക്ക് അനുഭവപ്പെടും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേഷൻ എങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. So ഓർത്തിരിക്കുക, the total force in this dipole which is placed in an uniform electric field will be 0, and this couple of forces is equal, unlike and parallel, and the rotation will be anti-clockwise. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മൾ ഇപ്പോൾ ടോർക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കയറി കഴിഞ്ഞു അല്ലേ. സോ സിമിലർ ആയിട്ടൊരു ഫിഗറും കൂടെ ഞാൻ വരച്ചു തരാം. ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് വിൽ ഹെൽപ്പ്. സോ ദിസ് ഇസ് മൈനസ് ചാർജ്, സോ ദിസ് ഇസ് പ്ലസ് ചാർജ്. So they are separated by a distance of 2a. ഞാനിത് a എന്ന് വിളിക്കുന്നു, ഇത് b എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഞാൻ വരയ്ക്കുകയാണ്, ജസ്റ്റ് ഒരു ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടി. ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ബി തീറ്റ. അതും കൂടി ഇരിക്കട്ടെ. സോ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ കപ്പിൾ ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, കപ്പിൾ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ആയിരിക്കും അല്ലേ. സോ ദിസ് F1 വിൽ ബി ഹിയർ ആൻഡ് F2 വിൽ ബി ഹിയർ. അത് ഓക്കെയാണ്. ഇനി നമ്മൾ കപ്പിൾ ഓഫ് ഫോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പിൾ ആം ഓഫ് ദി കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഇത് F2 ആണ്. സോ ദിസ് ഈസ് F1 അല്ലേ. സോ ഇവർക്കിടയിലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ. ഓക്കെ, സോ ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സോ ഈ പോയിന്റിനെ ഞാൻ സി എന്ന് വിളിക്കുകയാണ്. സോ ദിസ് എ സി, ഈ എ സിയെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ദ ആം ഓഫ് കപ്പിൾ. ആം ഓഫ് കപ്പിൾ, കാരണം ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ഫോഴ്സസ് F1 ആൻഡ് F2 അതിന് പറയുന്നതാണ് എന്ത്, ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോളിന് നമ്മൾ പറയുന്നതാണ് എന്ത്, 2a. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതേ പിക്ചർ നമ്മൾ ആദ്യം വരച്ചിരിക്കുന്നത്, ഇതേ പിക്ചറിന്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും നെക്സ്റ്റ് സ്റ്റെപ്സിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഫിഗർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കൺസെപ്റ്റിലേക്ക് ഭയങ്കര എളുപ്പത്തിൽ പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പടം ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളവിടെ കപ്പിൾ ഓഫ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ദർ ഡെവലപ്സ് എ ടോർക്ക് അല്ലേ, ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ടോർക്കിന്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, ബിറ്റ്വീൻ ദ ഫോഴ്സസ്, കപ്പിൾ ഓഫ് ഫോഴ്സസിന്റെ ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഫോഴ്സിന് പകരം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, QE എന്ന് എനിക്ക് എഴുതിക്കൂടെ. QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, A ഇൻറ്റു C. AC എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു പേര് പറഞ്ഞു, ആം ഓഫ് ദി കപ്പിൾ. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC കണ്ടുകൂടെ നിങ്ങൾക്ക്, ABC കണ്ടുകൂടെ. ഓക്കെ, ദിസ് ഈസ് തീറ്റ അല്ലേ, ഇതാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, അപ്പം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ AB എന്ന് പറയുന്നത് 2a ആണ്, ബിക്കോസ് അതാണല്ലോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ. സോ 2a. അപ്പൊ AC ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 2a സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടോ ഇസ് ഈക്വൽ ടു Q ഇൻറ്റു E ഇൻറ്റു AC വരെ എന്ത് കൊടുത്താൽ മതി, 2a സൈൻ തീറ്റ എന്ന് കൊടുത്താൽ മതി. ഇനി വീണ്ടും ഞാൻ ചോദിക്കുന്നു, നമ്മൾ ഇത് പഠിച്ചിട്ടില്ലേ, Q ഇൻറ്റു 2a കണ്ട എനിക്ക് എന്തോ എഴുതാൻ തോന്നണം. ഇതൊരു ഡൈപോൾ ആണല്ലോ, അപ്പൊ അവർക്ക് അവിടെ ഇടയിൽ എന്തോ ഉണ്ടാവും, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. സോ Q ഇൻറ്റു 2aക്ക് വരെ ഞാൻ P എഴുതി. പിന്നെ അവശേഷിക്കുന്ന എന്താണ്, ഒരു E ഉണ്ട്, E സൈൻ തീറ്റ. സോ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, മറ്റൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു അത്, A ക്രോസ് B ഈസ് ഈക്വൽ ടു AB സൈൻ തീറ്റ. സോ ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ടോ ഇസ് ഈക്വൽ ടു P ക്രോസ് E. ഇങ്ങനെയും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റണം. സോ ദിസ് ഈസ് ദ വെക്ടർ ഫോം ഓഫ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ടോ ഇസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് P ഇൻറ്റു P ക്രോസ് E. അതാണ് വെക്ടർ ഫോം. ശരിക്കുള്ള ഫോർമുല ഇതാണ്, ടോ ഇസ് ഈക്വൽ ടു PE
sin theta. ഈ തീറ്റ എന്താണ്? തീറ്റ is the angle between the uniform electric field and the dipole length അല്ലെങ്കിൽ dipole moment. ഓക്കെ, ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും ആയിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തീറ്റ ആയിട്ട് പറയാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദ ഡൈപോൾ മൊമെന്റ് ആൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത്? തീറ്റ. സോ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷന്റെ ബേസിസിലുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി തരാം. സോ ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഓക്കെ, ഇപ്പൊ ഈ തീറ്റ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അതായത് എന്താ? ഇലക്ട്രിക് ഫീൽഡും അല്ലെ ഡൈപോൾ മൊമെന്റും എന്ന് പറയുന്നത് എന്താണ്? ആക്സ് ഇൻ ദ സെയിം ലൈൻ, ആക്സ് ഓൺ ദ സെയിം ലൈൻ. അതാണ്, അവർക്കിടയിൽ ആംഗിൾ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ എന്താ പറയാ, ഡൈപോൾ മൊമെന്റും എന്ത് തന്നെ ആയിരിക്കും? ഇതിൽ തന്നെ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഇതാണെങ്കിൽ ഡൈപോൾ മൊമെന്റും ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. സോ ആക്സ് ഓൺ ദ സെയിം ലൈൻ. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ തീറ്റ 0 ആണെങ്കിൽ അപ്പൊ ടോർക്കിന് എന്ത് സംഭവിക്കും? ടോർക്ക് ഇസ് ഈക്വൽ ടു 0. സോ ആംഗിൾ ബിറ്റ്വീൻ ദം അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡ് ഒരേ ലൈനിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കിടയിൽ ആംഗിൾ 0 ആണെങ്കിൽ ദിസ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. തീറ്റയുടെ അവിടെ സൈൻ 0 വരും. സൈൻ 0 മീൻസ് 0. സോ ദെയർഫോർ ടോ ഇസ് ഈക്വൽ ടു 0. ഈ സ്റ്റേറ്റിന് നമ്മൾ പറയും ദിസ് ഡൈപോൾ ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നും കൂടി പറയും. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെന്റ് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ടോർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ഇലക്ട്രിക് ഡൈപോൾ എന്ത് ഇക്വിലിബ്രിയത്തിലായിരിക്കും? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു പി ഇ സൈൻ 90 വരും. സൈൻ 90 നമുക്കറിയാം ഇസ് ഈക്വൽ ടു 1. സോ ടോ ഇസ് ഈക്വൽ ടു പി ഇ. സോ ഇതാണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. മറ്റേത് ടോ മിനിമം ആയിരുന്നു. വെൻ ടോ ഇസ് ഈക്വൽ ടു 0 വി വിൽ സേ ദ ടോർക്ക് ഈസ് മിനിമം. ദിസ് ഈസ് ടോ ഇസ് ഈക്വൽ ടു പി ഇ. എപ്പോഴാണ് തീറ്റ ഇസ് ഈക്വൽ ടു 90 വരുമ്പോൾ ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമത്തിലായിരിക്കും. ദാറ്റ് ഈസ് ടോർക്ക് ഈസ് മാക്സിമം ദെയർ. സോ ടോ ഇസ് ഈക്വൽ ടു പി ഇ ഇൻ സച്ച് സിറ്റുവേഷൻസ്. ഓർത്തിരിക്കുക. അപ്പം തീറ്റ ഇസ് ഈക്വൽ ടു 90 എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഡൈപോൾ മൊമെന്റ് എങ്ങോട്ടായിരിക്കണം? ഇങ്ങോട്ടായിരിക്കണം. ദ ആംഗിൾ ബിറ്റ്വീൻ ദം വിൽ ബി 90 ഡിഗ്രി. സോ ഇവിടെ ഒരു മൈനസ് ചാർജും ഇവിടെ ഒരു പ്ലസ് ചാർജും വെച്ച് കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് വിൽ ബി ആക്ടിങ് അലോങ് ദിസ് ഡിറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ യൂണിഫോം ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത്. ആ സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന ടോർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. എന്തിനാ ടോർക്ക് ഉപയോഗിക്കുന്നത്? ഈ മൈനസ് പ്ലസ് ആയിട്ട് നിൽക്കുന്ന ഈ ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടായിരിക്കും അവിടെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. സോ റൊട്ടേറ്റ് ചെയ്ത് ടോ ഇസ് ഈക്വൽ ടു 0 സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും.